ഇത് നമ്മുടെ ക്രോഷ്യ ബേസിക്സിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. സ്ലിപ്പ് നോട്ടും ചെയിൻ സ്റ്റിച്ചും എങ്ങനെ നമ്മൾ ചെയ്യുന്നത് നോക്കുന്നതിൽ. അപ്പോൾ അതിനായിട്ട് ത്രെഡ് ഒന്ന് ജസ്റ്റ് ചുറ്റിയിട്ട് അകത്തൂടെ ആ ചുറ്റിൻ്റെ അകത്തൂടെ ഒന്ന് വലിച്ചെടുക്കുക. നമ്മുടെ വർക്കിംഗ് യാൺ എന്നിട്ട് വർക്കിംഗ് യാണെ പിടിച്ച് വലിച്ച് അത് ചെറുതാവും ടൈറ്റ് ആവും. അതിലൂടെ നമ്മുടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് നമ്മൾ എപ്പോഴും ചെയ്ത് തുടങ്ങുമ്പം നമ്മുടെ ഹുക്കും വർക്കിംഗ് ത്രെഡും പാരലായിരിക്കണം. ആ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. എന്നിട്ടൊന്ന് യാൺ ചുറ്റിയെടുത്ത് ആ ലൂപ്പിന്റെ അകത്തൂടെ വലിച്ച് പുറത്തെടുക്കുക. ഇപ്പം നമുക്ക് ഒരു ചെയിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇനിയുള്ള ആ ലൂപ്പ് എപ്പോഴും നമ്മുടെ ഹുക്കിലുള്ള ലൂപ്പ് അപ്പം ഉണ്ടാവും. വീണ്ടും ഒന്നുകൂടി യാൺ ചുറ്റി ആ ലൂപ്പിന്റെ അകത്തൂടി പുതിയ ചുറ്റിയെടുത്ത് ലൂപ്പ് വലിച്ചെടുക്കുക. ഓക്കെ, ഒന്നുകൂടെ യാൺ ചുറ്റി പുതിയ ലൂപ്പിന്റെ അകത്തൂടെ വലിച്ചെടുക്കുക. അപ്പം അങ്ങനെ 3 ചെയിൻ ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ചെയിൻ 4, ചെയിൻ 5, ചെയിൻ 6, ചെയിൻ 7. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ എപ്പോഴും ഒരു ടെൻഷൻ ഈ വർക്കിംഗ് യാണിന് മെയിൻറ്റെയിൻ ചെയ്യണം. എങ്കിലേ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ചെയിനും ഒരുപോലെ വരത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ വലുതും ചെറുതും ഒക്കെ ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റിനൊരു ഫിനിഷിംഗ് ഇല്ലാതെ പോകും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയിൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്നുകൂടെ കാണിക്കുകയാണ്. ജസ്റ്റ് യാൺ ചുറ്റി നമ്മൾ എടുത്തു വെച്ച ആ ലൂപ്പിലൂടെ ഒന്ന് കടത്തിയെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയിൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. എപ്പോഴും ഈ 2 വർക്കിംഗ് യാൺ നമ്മുടെ ഹുക്കും പാരലായിട്ടായിരിക്കണം ഇരിക്കേണ്ടതും. എങ്കിലേ നമുക്ക് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അതുപോലെ നമ്മുടെ കൈ എപ്പോഴും കയറ്റി പിടിക്കും. ഓരോ ചെയിൻസ് ക്രിയേറ്റ് ആവുന്നതനുസരിച്ച് കൈ എപ്പോഴും മേലോട്ട് കയറ്റി പിടിക്കാനും ശ്രദ്ധിക്കുക. അപ്പോഴേ അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ടെൻഷൻ വരുള്ളൂ. ഇപ്പൊ നമ്മളിത് പല ഹുക്കിൽ